നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു പ്രാധാന്യം അതിഥി ദേവോ ഭവ, അതായത് ഹോസ്പിറ്റാലിറ്റി. അതായത് വിരുന്നുകാർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റ അടുത്തുള്ള മുറിക്കാപ്പ് എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ്. അത് നമ്മൾ സാധാരണ റിസോർട്ട് എന്ന് പറഞ്ഞ് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ചില ഒരു സവിശേഷതകൾ അതിനകത്തുണ്ട്. സിനിമാ നടൻ എന്ന നിലയ്ക്ക് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഈ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ട്. അതുപോലെ ഹൈദരാബാദ്, വിശാഖപട്ടണം, ബോംബെ, കൽക്കട്ട, ഡൽഹി, കാശ്മീർ, പിന്നെ ഫോറിൻ കൺട്രീസിലൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഓസ്ട്രിയ പോയിട്ടുണ്ട്, ജർമ്മനി പോയിട്ടുണ്ട്, സ്വിറ്റ്സർലാൻഡ് പോയിട്ടുണ്ട്. ഷൂട്ടിങ്ങിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. ഞാനിവിടെ ഈ മൊറിക്കാപ്പ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി സെൻറ്ററിൽ വന്നപ്പോൾ എന്നെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റിസപ്ഷനാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ആ സ്ഥലത്തിൻ്റെ ഭംഗി, അതിൻ്റെ കാര്യത്തിലൊക്കെ ഏറെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇതൊരു കുടുംബം നടത്തുന്നൊരു റിസോർട്ടാണ്. ഒരു 3 മക്കളും ഒരു ഫാദറും, അങ്ങനത്തെ ഒരു വളരെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി നടത്തുന്ന റിസോർട്ടാണ്. എനിക്ക് ഇവിടുത്തെ ഏറ്റവും എന്നെ അട്രാക്റ്റ് ചെയ്തത് ഇവരുടെ ഒരുമ പ്ലസ് ഇവരുടെ ഹോസ്പിറ്റാലിറ്റി. ഞാൻ ഒരുപാട് ഹോട്ടൽസിലൊക്കെ താമസിച്ചിട്ടുള്ള മനുഷ്യനാണ്, റിസോർട്ടിൽ താമസിച്ചിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് എനിക്ക് കിട്ടിയത് ഇവിടെ അത് ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യം പറയുന്നത്. നമ്മളെ അവർ കെയർ ചെയ്യുന്ന വിധത്തിൽ, കെയർ വിത്ത് ലവ്, അതാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ഒരു കെയറിങ് അല്ല, ഒരു കെയർ വിത്ത് ലവ് എന്നത്, സ്നേഹം പുരട്ടിക്കൊണ്ടുള്ള ഒരു ശ്രദ്ധ, അതാണ് എനിക്ക് കിട്ടിയത്. ഇവിടെ ഒരു റിസോർട്ടിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇതിൻ്റെ പ്രകൃതി ഭംഗിയാണ്, ഇതിൻ്റെ ലൊക്കേഷൻ. അത് ഒന്നാമെന്ന് വെച്ചാൽ ഇതിനകത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയും. നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും മനോഹരമാണ്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ തന്നെ കാണാവുന്നതാണ്. ഒരു മൗണ്ടൻ ടോപ്പിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളത്. അതിന് ചുറ്റും കോഫി എസ്റ്റേറ്റ്സ് പ്ലസ് കാടുകൾ, പിന്നെ നല്ല രീതിയിൽ പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻസ് മുഴുവനും ഫോറിനിൽ വന്നിട്ടുള്ള ആർക്കിടെക്റ്റാണ് ഇതിനകത്ത്. ഈ സ്ഥലത്തിനേക്കാളേറെ അതിൻ്റെ ഒരു ആർക്കിടെക്ചറിൻ്റെ ഭംഗി കൂടി ഇതിനകത്തുണ്ട്. എല്ലാ സൗകര്യങ്ങളും അത് വളരെ കെയർഫുള്ളായിട്ട്, വളരെ മെറ്റിക്കുലസ്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇവിടുത്തെ ഞാൻ കാണുന്നത്. ഇവിടെ നല്ലൊരു സ്വിമ്മിംഗ് പൂള്, അതുപോലെ തന്നെ ഇതിൻ്റെ സ്യൂട്ടുകൾ, അതുപോലെ റൂംസ് അതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എവിടെ ഏത് ആംഗിൾ നോക്കിയാലും നമുക്കൊരു സവിശേഷത നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. മരിക്കാപ്പിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ സവിശേഷത തന്നെയാണ്. എനിക്ക് വളരെയധികം ഇമ്പ്രസീവായിട്ടുള്ള ഒരു കാര്യം ലവ് ആൻഡ് കെയർ. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളതാണ് ലവ് ആൻഡ് കെയർ. അത് ഇവിടെ നിങ്ങൾക്ക് കിട്ടും, ധാരാളം കിട്ടും. അത് വാരിക്കോരി തരുന്നുണ്ട് നമുക്ക്. ഇവിടെ സർവീസ് ആയാലും ശരി, ഏറ്റവും കൂടുതൽ ഇത് നടത്തുന്നവരുടെ ഒരു ആത്മാർത്ഥത, സിൻസിയറിറ്റി ആൻഡ് അവർ ലവ് ആൻഡ് കെയർ, അതാണ് ഏറ്റവും കൂടുതൽ. ഈ റിസോർട്ട് ഉണ്ടാക്കിയ ആൾക്കാരുണ്ടല്ലോ, അവർ എല്ലാ 24 മണിക്കൂർ ഇവിടെ ഉണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നുന്നത്. അവരെല്ലാ കാര്യങ്ങളിലും അറ്റൻറ്റീവാണ്. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവർ ചെയ്തു തരും. എന്തായാലും മനോഹരമായ ഒരു റിസോർട്ടാണ്. ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമാണ്. ഏറ്റവും നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്, ഏറ്റവും നല്ല ഫുഡാണ്. പിന്നെ അധികം ദൂരമൊന്നും പോകേണ്ടത്. ഇത് വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. പക്ഷേ ആ ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം, കാട്, മല, എല്ലാം ഇവിടെ ഒരു കൽപ്പറ്റയിൽ നിന്നും ഒരു 7 കിലോമീറ്ററിന് താഴെ വന്നാൽ മതി. 7 മീറ്റർ താഴെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് എത്താൻ കഴിയുന്ന അപ്പോൾ ഒരു ആക്സസിബിലിറ്റി ഈസ് ദെയർ. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും ഒരു എക്സൈറ്റഡ്, അതായത് ഒരു ആങ്ഷ്യസ് ആവേണ്ട ഇതിൻ്റെ പിന്നിൽ. കാരണം നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വരാം, നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. എന്തായാലും ഈ ഒരു
റിസോർട്ട് എസ്പെഷ്യലി വയനാട് എന്ന ആ മനോഹരമായ ജില്ലയ്ക്ക് ഒരു ക്രൗൺ തന്നെ, ഒരു കിരീടം തന്നെയാണ് ഈ റിസോർട്ട്. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ. ലവ് ആൻഡ് കെയർ, ഒരു വാട്ട് ഹോസ്പിറ്റാലിറ്റി ഈസ് നീഡഡ് ഈസ് ലവ് ആൻഡ് കെയർ. അത് ഇവിടെ ധാരാളം വാരിക്കോരി നിങ്ങൾക്ക് കിട്ടും. എല്ലാവർക്കും വരിക, എൻജോയ് ലൈഫ്. താങ്ക് യു.